ഹലോ, ബെനീറ്റ നിങ്ങളെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് പരിചയപ്പെടുത്താവോ ബെനീറ്റ എല്ലാരും? ഇത് ക്രിസ്റ്റി, ഇത് അമൃത, ഇത് ജോർജ്, ഇവിടെ തനീഷ, അഫ്രീം. എല്ലാവരും എൻ്റെ ക്ലാസ്സിലെയാണ്. എല്ലാവരുടെയും പേരൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്, നിങ്ങളാണ് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ബെനീറ്റാസ് വേർഷൻ ഓഫ് ബെനീറ്റ എനിക്ക് പറഞ്ഞു തന്നു. ഇനി നിങ്ങളുടെ വിശേഷമാണ് കേൾക്കേണ്ടത്. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ ബെനീറ്റനെ പോലെ എക്സ്ട്രാ ഓർഡിനറി ഫ്രണ്ട് നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും. അപ്പം ഒത്തിരി എക്സ്പീരിയൻസസ് പറയാനുണ്ടാവുന്ന അത് ഫോർ ഷുവർ. അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ഇയറിൽ ബെനീറ്റനെ കണ്ടപ്പോൾ തൊട്ടുള്ള? ഫസ്റ്റ് ഇയറിൽ ബെനീറ്റനെ കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു അറിയാൻ വേണ്ടി. ആദ്യം ഒരു ഗ്യാപ്പ് ഇട്ടു, പിന്നെ എങ്ങനെയൊക്കെ ഇടിച്ച് കയറി പരിചയപ്പെട്ട് സംസാരിച്ച് പിന്നെ ഇൻ്റർവൽ ടൈമിലും അല്ലാണ്ടും പിന്നെ സംസാരിച്ച് പിന്നെ ഇടയ്ക്ക് വീൽ ചെയർ ഉന്തി അവിടെ ഇവിടെ എല്ലാം പോയി ലാബിലും ഗ്രൗണ്ടിലും എല്ലായിടത്തും പോയി സംസാരിച്ച് ഞങ്ങളെ ഒരുപാട് കാര്യത്തിന് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഒരു എന്താ പറയുക, പഠിത്തത്തിലാണെങ്കിലും അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കും. ബാക്കിയുള്ള എന്ത് വേണേലും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫ്രണ്ടാണ്. ഈ ഒരു സർക്കിൾ ഓഫ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഈ ഒരു ഗ്യാങ് അതെങ്ങനെയായിരുന്നു ഒന്ന് ഫോം ചെയ്തതെന്ന് പറഞ്ഞു? ഒരുമിച്ചല്ലായിരുന്നു എല്ലാവരും മീറ്റ് ചെയ്തത്. എല്ലാവരും ഓരോരോ ആളായിട്ടായിരുന്നു വന്നത് ഒരുമിച്ച്. സോ ഐ മെറ്റ് വിത്ത് ബെനീറ്റ ഫസ്റ്റ്. ഞങ്ങൾ ആദ്യം ബോണ്ട് ചെയ്തത് ഒരു അമേരിക്കൻ ബ്രോഡ്വേ ഷോ ഉണ്ട്, ഇറ്റ്സ് കോൾഡ് ഹാമിൽട്ടൺ. അപ്പോൾ അത് കണ്ടിട്ടായിരുന്നു ഞങ്ങൾ ബോണ്ട് ചെയ്തത്. ഷീ വാസ് ദി ഓൺലി പേഴ്സൺ ഐ ന്യൂ ഹു വാച്ച്ഡ് ഇറ്റ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പാട്ടിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു, അതിൻ്റെ ഡയറക്ടറിനെ കുറിച്ച് സംസാരിക്കുന്നത്. അങ്ങനെയായിരുന്നു ഞങ്ങൾ ബോണ്ട് ചെയ്തത്. ഐ തിങ്ക് ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്ക് ഓഫ് ക്ലാസ്, ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ബോണ്ടായി ഒരുമിച്ച് നിന്നു. എനിക്ക് ഈച്ച് ഓഫ് യു ഒരു ഡിഫറെന്റ് സ്റ്റോറിയാന്ന് തോന്നുന്നല്ലേ ബെനീറ്റനെ മീറ്റ് ചെയ്തതുള്ള? ലൈക്ക് ഞാൻ മീറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ക്രിസ്റ്റി ആയിട്ട് ഭയങ്കര ക്ലോസ് ആയി. കാരണം ഞങ്ങളുടെ സർനെയിംസ് ഭയങ്കര സിമിലർ, അമൃത സിബി, ക്രിസ്റ്റി സിബി, അങ്ങനെയായിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ആയി. അപ്പൊ ഞാൻ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ ബെഞ്ചിൽ വന്നിരിക്കാൻ തുടങ്ങി. അപ്പൊ ഇവരുടെ ബെഞ്ചിന്റെ അറ്റത്താണ് ബെനീറ്റ വന്നിരിക്കുന്നത്. നോക്കുമ്പോൾ ഇൻട്രോവേർട്ട് വേഴ്സസ് ഇൻട്രോവേർട്ട് ഭയങ്കരമായിട്ട് സിങ്കായി. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന മ്യൂസിക്, മൂവീസ്, ടി വി ഷോസ് എല്ലാം. ഇൻട്രോവേർട്ട് തോന്നൂല കേട്ടോ. പക്ഷേ കോളേജ് അവസാനമായപ്പോ ഞങ്ങൾ ഓരോരുത്തരും മാറി. ഞങ്ങളെല്ലാം ഇൻട്രോവേർട്സ് ആണ്, ഇപ്പം ആംബിവേർട്സ്, എക്സ്ട്രോവേർട്സ്. എനിക്ക് ബെനീറ്റ ഹാസ് എ റോൾ അല്ലേ അതിനകത്ത്? ബെനീറ്റ ഭയങ്കരമായിട്ട് എല്ലാവരുമായിട്ട് പെട്ടെന്ന് സിങ്ക് ആവുന്ന ഒരാളാണ്. സോ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇൻട്രോവേർട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ജേർണി പെട്ടെന്ന് മുന്നോട്ട് വന്നു എല്ലാവരും തന്നെ എന്ന് തോന്നുന്നു. വാട്ട് ഈസ് യുവർ വേർഷൻ ഓഫ് സ്റ്റോറി? ഐ മെറ്റ് ഓൺലൈൻ. ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു മാസം ഓൺലൈൻ ക്ലാസ്സസ് ആണ് കോളേജ് തുടങ്ങിയ സമയത്ത്. സോ ഷീസ് എ സെക്കൻഡ് പേഴ്സൺ ഹൂം ഐ ടെക്സ്റ്റഡ് ക്ലാസ്സസ് തുടങ്ങി കഴിഞ്ഞിട്ട്. പിന്നെ അവിടെ നിന്ന് തുടങ്ങി ക്ലാസ്സിലൊക്കെ ഒരുമിച്ച്. ഫോർ ദ പാസ്റ്റ് 3 years we've been sitting together. സെയിം. ഞങ്ങൾ 3 പേരും, all 3 of us, ഞങ്ങൾ 3 പേരും 4 പേരും ഒരു ബെഞ്ചിലിരിക്കുന്നു. എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരാള് അല്ലേ? ഉറപ്പല്ലേ? അതിനകത്ത് ആർക്കും ഒരു തർക്കമില്ലല്ലോ. ഡെഫിനറ്റ്ലി. അപ്പൊ ഞാനിപ്പോ മീറ്റ് ചെയ്ത് ഒത്തിരി പേരെ ഇങ്ങനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ബെനീറ്റനെ കാണുന്നവരും കണ്ടുമുട്ടുന്നവരൊക്കെ എല്ലാരും പറയുന്നത് ചിരി, ഓൾവേസ് അല്ലേ, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് എല്ലാവരും. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ നമുക്കൊരു ചെറിയ മൂഡ് ഓഫ് ഉണ്ടെങ്കിൽ ആളുടെ അടുത്ത് പോയ 2 കോമഡി അടിച്ച് എങ്ങനെ ആള് ഭയങ്കര ഒരു ഹ്യൂമർ സെൻസ് ഉള്ള കൂട്ടത്തിലാണ്. ഈ ക്ലാസ്സിന്റെ അടിക്കും ചിലതൊക്കെ കയറി വരും. എനിക്കൊന്ന് ഒരു ഹാപ്പി പിൽ ഉറപ്പാണ്. ആക്ച്വലി വി ആർ ഈച്ച് അതേഴ്സ് കംഫർട്ട് എന്നുള്ള രീതിയിൽ. ഇപ്പം ആൾക്കിപ്പം എന്തെങ്കിലും വിഷമോ സങ്കടം ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വന്ന് പറയും, നമുക്കുണ്ടെങ്കിൽ അങ്ങോട്ട് വന്ന്. ഇപ്പം ബെഞ്ചിൽ ഭയങ്കര ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കും. നമ്മൾ ഭയങ്കര ക്ലോസ് ആയി. പ്രത്യേകിച്ച് ഞങ്ങൾ 4 പേരങ്ങ് കുറെ പെട്ടെന്ന് അങ്ങ് അടുത്ത് പോയി. പിന്നെ അങ്ങനെ കുറെ മെമ്മറീസും കുറെ കാര്യങ്ങളും എല്ലാവരുടെയും കരച്ചിരിപ്പിച്ച് എല്ലാം ഉണ്ട്. ബാക്കി എല്ലാവരുടെയും വിശേഷങ്ങൾ പറഞ്ഞു. ഇതൊരു പോസിറ്റീവ് നോട്ടിൽ മാത്രം എൻഡ് ചെയ്യുന്ന ഒരാളാന്ന് പറഞ്ഞു. ഇനി ഫ്രണ്ട് വിശേഷമൊക്കെ ഒന്ന് പറ. ഞാനും ബെനീറ്റ ആദ്യമായിട്ട് സംസാരിച്ചു തുടങ്ങിയത് തന്നെ എന്താ പറയുക, ക്ലാസ്സിലെ നോട്ട്സ് ഷെയർ ചെയ്തു, അങ്ങനത്തെ കാര്യം 2 പഠിപ്പിക്കണമെന്നുള്ള രീതിയിൽ. അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണോ? ഫസ്റ്റ് ഇയറിലൊക്കെ ഞാൻ അങ്ങോട്ട് നോട്ട് അയച്ചു കൊടുക്കും, ബെനീറ്റ ഇങ്ങോട്ട് അയച്ചു തരും.
പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് നോട്ടേക്കിന് മാറ്റം നിന്നു, ബാക്കി സംസാരവും പിന്നെ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് ഉണ്ടാവുമെന്ന്. പക്ഷെ ഐ താങ്ക് ഗോഡ് ഇറ്റ് ഹാപ്പൻഡ്. വെരി ഗുഡ്. ഞാൻ ആ ഒരു എന്താ പറയാ, ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുക ഒത്തിരി വിശേഷങ്ങൾ ബെനിറ്റായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബെനിറ്റ പറയുന്നൊരു കാര്യം, എല്ലാ വഴിയിലൂടെയും ദൈവം കൃത്യമായിട്ട് കൊണ്ടുനടന്നു. ബെനിറ്റയുടെ എല്ലാത്തിലും ഇപ്പം ബെനിറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബൈബിൾ വേഴ്സ് പറഞ്ഞു ഇതായിരുന്നു, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ളതല്ല, നിന്റെ ക്ഷേമത്തിനുള്ളതാണ്. അതായിരുന്നു ബെനിറ്റയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഴ്സ് പറഞ്ഞത് തന്നെ. അപ്പം അതുപോലെയായിരുന്നു ബെനിറ്റയുടെ എല്ലാ വഴികളും. നിങ്ങളെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുമ്പോഴാണേലും ഈ ഗോഡ് ചോസൺ പീപ്പിൾ എന്ന് പറയില്ലേ, അങ്ങനെയാ ബെനീറ്റയ്ക്ക് നിങ്ങളെല്ലാവരും. നിങ്ങളെല്ലാവരും ജിസ് യൂത്ത് അങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണോ? എല്ലാവരും തന്നെയായിരുന്നു. അപ്പം തമ്പുരാൻ കൊണ്ടുവന്ന് തന്ന ഒരു മുത്താണ് എന്ന് പറയാം എന്തായിരുന്നു. അപ്പം ഈ ഒരു പ്രയർ ലൈഫ് നിങ്ങളുടെയൊക്കെ എങ്ങനെയാ? ഒരു സ്റ്റേബിൾ ആയിട്ട് പോകുന്ന ആൾക്കാരാണോ, അതോ ഇച്ചിരി ഇടയ്ക്ക് ഡൗൺ ആവുമ്പം നിങ്ങളെല്ലാവരും ഒന്ന് പരസ്പരം ഒരു എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താങ്ങ് കൊടുക്കുക എന്ന് പറയില്ലേ ഒരു പ്രയർ ലൈഫിലൊക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണോ? അതെ, ഞങ്ങളെ ബോണ്ട് ചെയ്യുന്നത് തന്നെ പ്രയർ അല്ലെങ്കിൽ ഒരു ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ആ ഒരു സംഭവം മാത്രമാണ് ഞങ്ങളെ വഴി നടത്തുന്നത്, വേറൊന്നുമില്ല. വെരി ഗുഡ്. തമ്പുരാൻ വഴി നടത്തട്ടെ ഇനി അങ്ങോട്ടും എല്ലാ കാര്യത്തിലും. ഇങ്ങനെ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ജീവിതത്തിൽ ഞാൻ ബെനിറ്റോട് പറയുമായിരുന്നു, ഈ ഒരു ഡിഗ്രി കാലഘട്ടത്തിലാണ് നമ്മുടെയൊക്കെ ഒരു കോൺസ്റ്റൻസ് എന്ന് പറയുന്ന ആൾക്കാർ വരുന്നത്. അപ്പം ദൈവം ഇങ്ങനെ ചൂസ് ചെയ്ത് പെറുക്കി കൈ കൊണ്ട് കൊടുത്ത ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പും ഈ ഒരു ബോണ്ടും ഈ ഒരു പ്രയറും എല്ലാം നിങ്ങളെ എപ്പോഴും വഴി നടത്തട്ടെ, ഒരുമിച്ച് കൂടെ കൊണ്ടു നടക്കട്ടെ എന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.